ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിലാണ്. എനിക്ക് പിന്നിൽ ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇന്നലെ രാവിലെ വരെ ഇവിടെ ഈ ബിൽഡിങ്ങിൽ നിലനിന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പെരുമഴയത്ത് തകർന്നു വീഴാറായ രീതിയിലുള്ള ഈ കെട്ടിടത്തിന് ഉൾവശത്ത് ഒരു പച്ചക്കറി കടയും ഒപ്പം ഒരു ചായക്കടയും പ്രവർത്തിച്ചിരുന്നു. ജൂൺ മാസം അവസാനത്തിലുണ്ടായ ആ മഴയിൽ ഈ കെട്ടിടം ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നും അപകടാവസ്ഥയിലാണെന്നും ചൂണ്ടിക്കാട്ടി ന്യൂസ് ഫാക്ട് വാർത്ത ചെയ്തിരുന്നതുമാണ്. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസിലെ ഷാജി അലിക്കൽ ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരികയും ഭരണപക്ഷത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ സോമശേഖരൻ അതിനോട് യോജിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ നഗരസഭ ചെയർപേഴ്സൺ തികച്ചും മൗനം പാലിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ കണ്ടത്. തുടർന്ന് നടന്ന പല കൗൺസിൽ യോഗങ്ങളിലും ഇത് ചർച്ചയാവുകയും ഒരു ബഹളത്തിലേക്ക് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടും ചെയർപേഴ്സൺ തീർത്തും മൗനവ്രതത്തിൽ തന്നെയായിരുന്നു. ഒരിക്കൽ പോലും ഈ കെട്ടിടം പൊളിക്കുന്നതിനെ പറ്റി സംസാരിക്കാനോ അതിനൊരു മറുപടി നൽകാനോ ചർച്ചയ്ക്ക് മറുപടി നൽകാനോ നഗരസഭ ചെയർപേഴ്സൺ തയ്യാറായിരുന്നില്ല. കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്തെന്നാൽ സ്ഥലം MLA-യും മുൻ മന്ത്രിയുമായിരുന്ന AC മൊയ്തീൻ ഈ കെട്ടിടങ്ങൾ നഗരസഭ പരിധിയിൽ വരുന്ന ജീർണാവസ്ഥയിലുള്ള പല കെട്ടിടങ്ങളും പൊളിക്കുന്നതിനെ പറ്റി നഗരസഭയിൽ സംസാരിച്ചിട്ടും അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിട്ടും അത് പൊളിക്കാൻ നഗരസഭ തയ്യാറായില്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത. കൗൺസിൽ യോഗങ്ങളിൽ ഈ കെട്ടിടം പൊളിക്കുന്നതിനെ പറ്റി ബഹളം നിലനിന്നപ്പോൾ പോലും നഗരസഭ ചെയർപേഴ്സൺ അജണ്ടകൾ വായിക്കുക പോലും ചെയ്യാതെ പാസ്സാക്കി എന്ന ഒറ്റ മറുപടി കൊണ്ട് ബെല്ലടിച്ചും കൊണ്ട് കൗൺസിൽ യോഗം പിരിച്ചുവിടുന്ന കാഴ്ചകളും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബഹളമെല്ലാം നടക്കുമ്പോൾ പോലും ഭരണപക്ഷ കൗൺസിലർമാർ ആരും തന്നെ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പ് കാണിച്ചില്ല എന്നത് തന്നെ ഈ വാർത്ത സത്യമായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. എന്നാൽ ഇപ്പോൾ വൈകി വന്ന വിവേകം പോലെ നഗരസഭ ഇന്നലെ നഗരസഭ അധികൃതർ തൊഴിലാളികളുമായി എത്തി ഈ കെട്ടിടം പൊളിക്കാൻ ആരംഭിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. ഇന്നലെ രാവിലെ പൊളിക്കാൻ ആരംഭിച്ച ഈ കെട്ടിടം തൊഴിലാളികളും നഗരസഭാ അധികൃതരും സ്ഥലത്തെത്തി പൊളിക്കാൻ ആരംഭിച്ചപ്പോൾ ഓടും അതുപോലെ മരക്കഷ്ണങ്ങളും മാറ്റുമ്പോൾ സത്യത്തിൽ ജീവനിൽ കൊതിച്ച് അതായത് ജീവൻ ഭയന്നുകൊണ്ടാണ് അവർ ഇത് പൊളിക്കാൻ ആരംഭിച്ചത്. അത്രയും ശോചനീയമായ അവസ്ഥയിലായിരുന്നു ഈ കെട്ടിടം നിലനിന്നിരുന്നത്. ഇന്നലെ രാത്രിയോടെ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ JCB സ്ഥലത്തെത്തി ഇതിന്റെ കല്ലുകളും മറ്റും മാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചിരുന്നു. JCBക്ക് വലിയ പണിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. JCBയുടെ കൈ തൊട്ടപ്പോൾ തന്നെ ഇതിന്റെ കല്ലുകളെല്ലാം ഇളകി വീഴുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും നഗരസഭയ്ക്ക് ഈ വൈകി വന്ന വിവേകം നഗരസഭാ പരിധിയിൽ ഇനിയും ഒട്ടനവധി കെട്ടിടങ്ങൾ ഇതുപോലെ ജീർണാവസ്ഥയിലായി ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ഈ വൈകി വന്ന വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കെട്ടിടങ്ങൾക്കും കൂടി ശാപമോക്ഷം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുന്നംകുളത്തുകാർ ഉള്ളത്. ക്യാമറാമാൻ മിഥുൻ ശങ്കർപുരത്തോടൊപ്പം സുജാർ മേനോൻ, ന്യൂസ് ഫാക്ട്.